ഒക്കൽ പഞ്ചായത്തിൽ വയോജന സംഗമം നടന്നു. ഒക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരുക്കിയ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന വയോജനങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം നടന്നു. ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഒരു തുക വയോജനങ്ങൾക്കായി മാറ്റിവെച്ചു. അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇവിടെ വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഓരോ വീടുകളിലും വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികമാണ്. കാരണം ഒട്ടുമിക്ക അവരെ മക്കളെല്ലാവരും വിദേശത്തായിരിക്കും. അവരെല്ലാവരും ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് അവരെ കരകയറ്റുവാനായിട്ട് ഒരു വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുവാനായിട്ടാണ് നമ്മുടെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഐകണ്ഠ്യേനുള്ള തീരുമാനം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് മാത്രമാണ് നമ്മളിവിടെ ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കായി യോഗ ക്ലബ്ബ് വളരെ നല്ല രീതിയിൽ യോഗ ക്ലബ്ബ് നടത്തുന്നുണ്ട്. അതും നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പല വയോജന കുടുംബശ്രീയും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് വയോജനങ്ങൾക്ക് അവരെ ഒരു എൻ്റർടൈൻമെൻറ്റ് വിനോദം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭരണസമിതി പരിശ്രമിക്കുന്നതിൻ്റെ ഇനിയും കൂടുതൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് നമ്മൾ പ്രയത്നിക്കുന്ന ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് KO ജോണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് മെമ്പർ അബ്ദുൾ ഫാസിൽ ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷഹാന, ജെൻസി പീറ്റർ, വാർഡ് മെമ്പർമാരായ ഷിബു TP, ജെസ്സി ദേവസിക്കുട്ടി, അമ്പിളി ജോഷി, ഷാജു പാപ്പച്ചൻ, ജിയ ജോബി, നിബിത സോണി, രാജേഷ് MK, ജിഷ സൈജൻ, അഞ്ജലി AR, അമൃത സജിൻ, ശ്രീകുമാർ, ICDS സൂപ്പർവൈസർ ദീപ ശുഭ ടീച്ചർ, CDS ചെയർപേഴ്സൺ അജിത ബൈജു എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഇന്നത്തെ ക്ലാസ് വളരെ പ്രയോജനമായിട്ടുള്ള ക്ലാസ്സാണ്. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് നമുക്കറിയാം, കാരണന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തിറങ്ങി 2 വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരായിട്ടൊന്ന് ഒരു കുശലാന്വേഷണം നടത്താനോ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഒരു വേദി കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യമാണ് അല്ലേ? ഇന്നിവിടെ വന്നപ്പോൾ എത്ര പേരെ കഴിവാ തെളിയിക്കാൻ പറ്റിയത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളവരിവിടെ ഉണ്ടെന്നുള്ള ചേട്ടനൊക്കെ നല്ല മിടുക്കനായിട്ട് ഞാൻ ചെറുപ്പക്കാർ വരെ കുട്ടിയൊക്കെ എടുത്തത് അതേമാതിരി നല്ല രീതിയിൽ പാട്ട് പാടുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എത്രമാത്രം കഴിവുകൾ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അവർക്കൊരു വേദിയാണത്. വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വയോജന സൗഹൃദ പഞ്ചായത്തിനെക്കുറിച്ചും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം രാഘവൻ മാഷ്, അഡ്വക്കേറ്റ് നന്ദു വിശ്വംഭരൻ എന്നിവർ ക്ലാസ് നയിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് എങ്ങനെയാണ് വിഭാവനം ചെയ്തത്? ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ചെയ്തത്. 3 വർഷമാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. 5 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷം ഈ മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം 15 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ 1-ാം വർഷം കഴിയുമ്പോൾ വളരെ ആവേശമായി പഞ്ചായത്ത് ഭരണസമിതിക്ക് മൊത്തത്തിൽ. അപ്പോൾ 3-ാം വർഷം 15 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഏറ്റെടുത്തത്. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഓരോ വാർഡിലും 2 വീതം വയോ ക്ലബ്ബുകൾ ഉണ്ടാക്കണം. പ്രായമായവരെല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞാൽ വരില്ല. കാരണം അവരെ കൊണ്ടുവരാൻ ചെറുപ്പക്കാർ വേണം, വണ്ടി സൗകര്യങ്ങൾ വേണം. അപ്പോൾ അവർക്ക് എത്താവുന്ന വിധത്തിൽ 2 വയോ ക്ലബ്ബുകൾ വീതം ഓരോ വാർഡിൽ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ 16-32 വയോ ക്ലബ്ബുകൾ നമ്മൾ തീരുമാനിച്ചു, ഫിക്സ് ചെയ്തു. വർഗീസ് MP, പാനു പൈലി, ദേവസി തോമസ്, PV ദേവസി, പൗലോസ് NP, സതി രാമൻ, അന്നംകുട്ടി, ഓമന തുണ്ടത്തിൽ, ഭാരതി തമ്പാൻ, രാധാ രാജു എന്നീ മുതിർന്ന അംഗങ്ങൾ ആദരം ഏറ്റുവാങ്ങി. വയോജനങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.